തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. വളരെ മനോഹരമായ വർണ്ണമനോഹരമായ ഘോഷയാത്രയാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. വിവിധ കലാരൂപങ്ങൾ, വിവിധ വാദ്യമേളങ്ങൾ, കേരളത്തിൻ്റെ വിവിധ നാടൻ കലാരൂപങ്ങൾ, അതേപോലെ തന്നെ പ്രാചീന കലാരൂപങ്ങൾ, ക്ഷേത്രകലകൾ, അങ്ങനെ പറഞ്ഞാലും വർണ്ണിച്ചാലും തീരാത്ത അത്ര കാഴ്ചവിശേഷങ്ങൾ അടങ്ങിയ അതിമനോഹരമായ അത്തച്ചമയ ഘോഷയാത്ര ആണ് തൃപ്പൂണിത്തുറയിൽ ആരംഭിച്ചിട്ടുള്ളത്. തത്സമയ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സുധീഷ് ഗോപാൽ കൂടി ചേരുന്നു. സുധീഷ്, ഇപ്പോൾ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. ഈ വർഷത്തെ ഘോഷയാത്രയിൽ ജനസാന്നിധ്യം വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ അനുകൂലമാണ്, അവധി ദിവസമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുമ്പോൾ ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് നടക്കുന്ന അതിമനോഹരമായ, അതിബൃഹത്തായ, അതിസമ്പന്നമായ, വർണ്ണശബളമായ ഘോഷയാത്രയാണ് തൃപ്പൂണിത്തുറയിൽ നടക്കുന്നത്. ഒരുപക്ഷെ ആലപ്പുഴക്കാർക്ക് വള്ളംകളി പോലെ, തൃശ്ശൂറുകാർക്ക് പൂരം പോലെ തൃപ്പൂണിത്തുറയ്ക്ക് എല്ലാ അർത്ഥത്തിലും സമ്പന്നവും അതിവിശിഷ്ടവുമാണ് അത്തച്ചമയ ഘോഷയാത്ര. നമ്മുടെ കേരളത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ തുടക്കം കൂടിയാണല്ലോ ഈ ഘോഷയാത്ര എന്ന് പറയുന്നത്. ഘോഷയാത്ര അങ്ങോട്ടേക്ക് സുധീഷ് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. എന്നാൽ ഘോഷയാത്ര ഇവിടേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നാണ് വലത്തേക്ക് ഈ ഘോഷയാത്ര തിരിഞ്ഞു പോകുന്നത്. എന്നാൽ ആ തിരിയേണ്ടിടത്തെല്ലാം തന്നെ ആൾക്കാർ നിരന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ പോലീസും വലിയ രീതിയിൽ പണിപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ഘോഷയാത്ര ആരംഭിക്കുന്ന ആ ഭാഗത്തു നിന്ന് അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് വന്ന് ഈ റോഡിൽ തമ്പടിപ്പിച്ചേക്കുകയാണ്. ബാരിക്കേഡ് കടന്ന് അതിന് മുന്നിലേക്ക് ആൾക്കാർ കടന്ന് കയറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അവരെ നിയന്ത്രിക്കാൻ വേണ്ടി പലവട്ടം പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ കൂസാതെ അവർക്ക് ഈ ഘോഷയാത്ര കാണാൻ വേണ്ടിയുള്ള ഒരു തിടുക്കത്തിൽ തന്നെ അവരും നിലയുറപ്പിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്തു തന്നെയായാലും നമ്മളൊരു 9:30 ആവുമ്പോൾ പോലും ഇതിൻ്റെ 10-1 ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ജനനിബിഡമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് സാഹചര്യം. അല്പസമയത്തിനുള്ളിൽ ഘോഷയാത്ര ഇതുവഴി കടന്നു പോകും. ഇതിവിടെ ഈ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞു പോയി വടക്കേക്കോട്ട വഴി കറങ്ങി ക്ഷേത്ര വലം വെച്ച് തിരികെ ഈ ഗ്രൗണ്ടിലേക്ക് തന്നെ പോകുന്ന രീതിയിലാണ് ഘോഷയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. അത് അല്പസമയത്തിനുള്ളിൽ സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് എത്തും. അത് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് ഇത്രയധികം ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് എറണാകുളം ജില്ലയ്ക്ക് പുറത്തു നിന്ന് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ആദ്യമായി വന്നവരുണ്ട്, സ്ഥിരം എല്ലാ വർഷവും മുടങ്ങാതെ ഇത് കാണുന്നവരുണ്ട്. അവർ തന്നെ പറയുന്നു ഇടയ്ക്ക് അല്പം പ്രൗഢി കുറഞ്ഞു പോയെങ്കിലും ഇപ്പോൾ വീണ്ടും പഴയ ഒരു ആഢ്യത്തോടെയാണ് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത് എന്നതാണ്. അതാണ് അവരെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്നതും. അതിൻ്റെ ആ കാഴ്ചകൾ കാണാനായി തടിച്ചുകൂടിയ ജനങ്ങളെ തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ആ ഘോഷയാത്ര വരുന്നതും കാത്ത് അവർ മണിക്കൂറുകളായി പൊരി വെയിലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവർ ഈ കാഴ്ച കണ്ടാൽ രണ്ടാമത്തെ റൗണ്ടും കണ്ടു മടങ്ങുന്നവരുണ്ട്. ചിലർ ആദ്യത്തെ തവണ ഈ ഘോഷയാത്ര കടന്നു പോയി കഴിഞ്ഞാൽ മടങ്ങുന്നവരുമുണ്ട്. എന്തു തന്നെയായാലും ഇവരെ എല്ലാം നിയന്ത്രിക്കാനുള്ള വലിയ ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ട്. മറ്റു പോലീസിൻ്റെ വാഹനങ്ങളോ ആംബുലൻസോ അല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇതുവഴി കടത്തിവിടുന്നില്ല. ഇവിടെ എല്ലാം ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ടെങ്കിലും അതിന് പുറത്തേക്കും ഇപ്പോഴും ആൾക്കാർ തിങ്ങിക്കൂടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. വിനോദ്. അതെ, ജനനിബിഡമാണ് തൃപ്പൂണിത്തുറ ഘോഷയാത്രയിൽ. വൻ ജനാവലി, വൻ പുരുഷാരം ഇതിനൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ ഓണാഘോഷത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ്. കാരണം ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഘോഷയാത്ര അത് എല്ലാ വർഷവും തൃപ്പൂണിത്തുറയിലാണ് നടക്കുന്നത്. മിഥുൻ മുരളി കൂടി ചേർന്നു. മിഥുൻ, നമ്മൾക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ ഓരോ കാഴ്ചവിശേഷങ്ങളും വളരെ സമ്പുഷ്ടമാണ്, വർണ്ണനാതീതമാണ് അവിടുത്തെ കാഴ്ചകൾ. ഇത് കാണാൻ എത്രയധികം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഈ വഴിയോരങ്ങളിൽ രാജവീതിയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ്
നിൽക്കുകയാണ്. ഘോഷയാത്ര പോലും കടന്നു പോകാൻ പോലും കഴിയാത്ത തരത്തിൽ വലിയ ജനസാഗരമാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു ജനസഞ്ചയം ഇതോടൊപ്പം ഒഴുകുകയാണ്. എല്ലാ കണ്ണുകളും തൃപ്പൂണിത്തറയിലേക്ക് നീങ്ങുന്ന കാഴ്ച. മിഥുൻ മുരളി, കൂടുതൽ വിശേഷങ്ങൾ. തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണാനായി തൃപ്പൂണിത്തറയിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ കണ്ണുകളും കാതുകളും ഈ അത്തച്ചമയ ഘോഷയാത്രയിലേക്ക് നീങ്ങിയിരിക്കുന്നു. കേരളത്തിൻ്റെ സമ്പൂർണ്ണ കാഴ്ചകളും അങ്ങോട്ടേക്ക് മാറുന്ന ഒരു മുഹൂർത്തമാണിത്. അതിമനോഹരമായ ഘോഷയാത്ര. അതിൽ നിരവധി കലാരൂപങ്ങളുണ്ട്, വാദ്യമേളങ്ങളുണ്ട്, ഫ്ലോട്ടുകളുണ്ട്. അങ്ങനെ നമ്മുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. അതിൻ്റെ തുടക്കം അതിഗംഭീരമാണ്. ഇത്തവണ കാലാവസ്ഥയും അനുകൂലമായിരിക്കുന്നു. തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര എല്ലാ അർത്ഥത്തോടും എല്ലാ പ്രൗഢിയോടും കൂടി അത് ഗംഭീരമായി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. രാജഭരണകാലത്തെ സ്മരിക്കുന്ന, അതിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന, അതിൻ്റെ ഓർമ്മകളെ സമ്പന്നമാക്കുന്ന അതിമഹത്തായ ചടങ്ങാണ് എല്ലാ വർഷവും ഓണത്തിന് മുന്നോടിയായി അത്തം നാളിൽ ആരംഭിക്കുന്ന ഘോഷയാത്ര. അതിൽ പല്ലക്കുകൾ, രാജാവ് സഞ്ചരിച്ച പല്ലക്കുകൾ അടക്കം അതിൻ്റെ ഓർമ്മകൾക്കായി ഇതോടൊപ്പം ഘോഷയാത്രയ്ക്കൊപ്പം അണിചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാജഭരണകാലത്ത് കൊച്ചി മഹാരാജാവ് തൻ്റെ പ്രജകളെ കാണുന്നതിനായി വളരെ ആർഭാടപൂർവം രാജപ്രൗഢിയോടെ എഴുന്നള്ളിയിരുന്ന ഒരു സമയമാണ് അത്തം നാൾ. ഈ നക്ഷത്രത്തിലാണ്, ഈ ദിവസമാണ് ഓണാഘോഷത്തിന് മുന്നോടിയായി എല്ലാ പ്രജകൾക്കും ഓണാശംസകൾ നേർന്നും അവർക്ക് ആവശ്യമായതെല്ലാം നൽകിയുമൊക്കെ ആർഭാടപൂർവം മഹാരാജാവ് എഴുന്നള്ളിയിരുന്നത് ഈ അത്തം നാളിലാണ്. രാജഭരണം അവസാനിച്ച് ജനാധിപത്യത്തിൻ്റെ കാലം എത്തിയപ്പോൾ അത് പിന്നീട് ജനകീയ ഭരണത്തിലുള്ളവർ അത് ഏറ്റെടുത്തു. കൊച്ചി നഗരസഭ 1961 മുതൽ തുടങ്ങിയ അത്തച്ചമയ ഘോഷയാത്ര പിന്നീട് കേരള ടൂറിസത്തിൻ്റെ ഭാഗമായി കേരള സർക്കാർ തന്നെ അത് ഏറ്റെടുത്തു. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് അങ്ങനെ അത്തച്ചമയ ഘോഷയാത്രയാണ് കേരളത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ നാന്ദി കുറിക്കുന്ന പ്രധാന പരിപാടിയായി മാറിയത്. ജിജീഷ് കർണാകരൻ കൂടി ചേരുന്നു. ജിജീഷ്, വലിയ ജനസഞ്ചയമാണ് ഇത്തവണ തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്രയിൽ കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്, മറ്റൊന്ന് ഞായറാഴ്ച കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ രീതിയിലും വർണ്ണശബളമല്ലേ ഘോഷയാത്ര. ഇപ്പോൾ ഘോഷയാത്രയുടെ മുൻഭാഗം എവിടെ എത്തിയിരിക്കുന്നു പറയാൻ കഴിയുമോ ജിജീഷ്? വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്. വലിയ ഒരു തിരക്ക്, ഞായറാഴ്ച അവധി ദിവസമാണ്. അതിൻ്റെ എല്ലാം ജനത്തിരക്ക് അത് നേരത്തെ തന്നെ കണക്കുകൂട്ടിയതാണ്. ആ സംഘാടകരുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമുള്ള വലിയ ജനസഞ്ചയം തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം കാണുന്നതിന് വേണ്ടി. അത്തച്ചമയം കടന്നു പോകുന്ന വഴികളിലല്ല. ഇപ്പോൾ ഇത് തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് പരിസരത്തിലൂടെ, അതായത് ആദ്യത്തെ പോയിന്റ് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൃപ്പൂണിത്തുറ അത്തം നഗറായ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് വഴി സ്റ്റാച്യു ജംഗ്ഷൻ, കിഴക്കേക്കോട്ട, ഒപ്പം തന്നെ SN ജംഗ്ഷൻ, വടക്കേക്കോട്ട വഴി പൂർണ്ണത്രയീശ ക്ഷേത്രം വഴി വീണ്ടും സ്റ്റാച്യു ജംഗ്ഷനിലേക്കും അവിടെ നിന്ന് അത്തം നഗറായ
തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലേക്കും എത്തുന്ന രീതിയിലാണ് ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നിരവധി നിശ്ചല ദൃശ്യങ്ങളും ഒപ്പം തന്നെ കലാരൂപങ്ങളും എല്ലാം ഈ ഒരു അത്തം ഘോഷയാത്രയ്ക്ക് മികവേകാനും മിഴിവേകാനും നിറഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഒപ്പം തന്നെയാണ് തെളിഞ്ഞ അന്തരീക്ഷം. സാധാരണ പലപ്പോഴും അത്തച്ചമയത്തെ ഒരു നനച്ചു കളയാറുള്ളത് കനത്ത മഴയാണ്. ആളുകൾ കുറയുന്നു, മാത്രമല്ല പ്രവൃത്തി ദിവസമാണ് എങ്കിൽ ആളുകൾ കുറയാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തെളിഞ്ഞ നിൽക്കുന്ന ഒരു കാലാവസ്ഥ. 9 മണിയോടെ ഒരല്പനേരം മഴ പെയ്തു, ചെറിയൊരു ആശങ്ക ആ സമയത്ത് ഉണ്ടായി എങ്കിൽ കൂടി അതിനെയെല്ലാം കടന്നല്ലെങ്കിൽ ആ ഒരു പ്രതികൂല കാലാവസ്ഥകളെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു. തെളിഞ്ഞ കാലാവസ്ഥ. ആ തെളിഞ്ഞ കാലാവസ്ഥയിൽ വരുന്ന ഓണാഘോഷത്തിൻ്റെ വരവറിയിച്ചുള്ള വലിയ ആഘോഷങ്ങളിൽ ഒന്നായ അത്തച്ചമയ ഘോഷയാത്രയുടെ ഒരു നിറവിൽ തന്നെയാണ് തൃപ്പൂണിത്തുറയുള്ളത്. രാജനഗരിയുടെ വീതികളിലൂടെ അത്തച്ചമയ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അത് പൂണിത്തുറ നിവാസികൾക്കും തൃപ്പൂണിത്തുറക്കാർക്കും മാത്രമല്ല വിവിധ ജില്ലകളിൽ നിന്നടക്കം ഇവിടെ വന്ന് ഈ അത്തച്ചമയം എല്ലാ വർഷവും കാണാറുള്ള അത്തച്ചമയത്തിൻ്റെ വർണ്ണാഭമായ കാഴ്ചകളിൽ മനസ്സ് നിറഞ്ഞു മടങ്ങാറുള്ള അതേ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതേ കാണികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം മനസ്സും ഒപ്പം തന്നെ കാഴ്ചകളും നിറയ്ക്കുന്ന ഒരു നിറഞ്ഞ ഘോഷയാത്ര തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് പരിസരത്തിലൂടെ സമയത്തകം ഇത് സ്റ്റാച്യു ജംഗ്ഷനിൻ്റെ മുൻഭാഗം സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇപ്പോഴും തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് വഴി കടന്നു പോകാൻ ഇരിക്കുകയാണ്. അതിൽ നിശ്ചല ദൃശ്യങ്ങളുണ്ട്, ഒപ്പം തന്നെ മറ്റു കലാരൂപങ്ങളുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കലാരൂപങ്ങളും അടക്കം അണിനിരത്തി എന്ന് സംഘാടകർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഒരു വലിയ ഘോഷയാത്ര തന്നെ, അല്ലെങ്കിൽ സമാനതകളില്ലാത്ത അത്രയും ആളുകൾ, കലാരൂപങ്ങൾ, ഒപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ എന്ന് വേണ്ട ഈ തൃപ്പൂണിത്തുറയിലെ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചും സന്നദ്ധ സേവന സംഘടനകളെ പ്രതിനിധീകരിച്ചും എല്ലാം തന്നെയുള്ള പ്രതിനിധികൾ, അവരുടെ എല്ലാം തന്നെ ഒരു പങ്കാളിത്തം ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയിൽ ഉണ്ട് എന്നത് തന്നെയാണ്